ഒരു തോട്ട് കേട്ടിട്ടുള്ളതാണ്. അതിനകത്ത് പറയുന്നത് ഒരു കോടാലി കാട്ടിലോട്ട് ചെല്ലുമ്പോൾ മരങ്ങളെല്ലാം പേടിക്കും. അതിലൊരു മരം പറയും ആ കോടാലിലെ ആ പിടി നമ്മളിൽ ഒരാളാണ്. ഇവൻ ദ സിസ്റ്റം ഈസ് സെയിം. ഈ അടുത്ത് ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നേപ്പാളിലെ ജെൻസിയുടെ പ്രൊട്ടസ്റ്റ്. ഇവൻ ശർമ്മ ഓലി, അവിടുത്തെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ സ്വയം ഇഷ്ടപ്രകാരം ഉള്ളൊരു നീക്കമായിരുന്നു സോഷ്യൽ മീഡിയാസ് എല്ലാം ബാൻ ചെയ്യുന്നത്. ആ ഒരു ബാൻ മൂലം ജെൻസികളുടെ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് ആണ്. ഇവൻ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നേഷൻ ആയിരുന്നു നേപ്പാൾ. എന്നിട്ടാണ് ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തിന് സ്വയം ഇഷ്ടപ്രകാരമുള്ള ഒരു ഓർഡർ പാസ്സാക്കി. ഈ പ്രൊട്ടസ്റ്റ് നേപ്പാളിലായിരിക്കും നടന്നിരിക്കുന്നത്. പക്ഷെ കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷൻ. ഇവൻ നാളെ നമ്മുടെ പ്രധാനമന്ത്രി ഇതേപോലെ ഒരു ഓർഡർ പാസ്സാക്കാം. കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ ധൈര്യമുള്ള ഏതൊരു പ്രധാനമന്ത്രി സ്വയം ഇഷ്ടപ്രകാരം എന്ത് തോന്നിവാസം വേണമെന്ന് കാണിക്കും. ഇതൊക്കെ പവർ ഉണ്ട് നമ്മുടെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ അനാവശ്യമായൊരു കാര്യം. നേപ്പാളിൽ നോക്കുകയാണെങ്കിൽ അതിൽ 18-19 പേര് മരിച്ചു. 18-19 പേര് മരിച്ചത് ഈ PM നേരിട്ട് വന്ന് കൊന്നത് പോലും പോലീസോ സോൾജിയേഴ്സോ ആവും. ആ സോൾജിയേഴ്സ് ശരിക്കും നമ്മളിൽ ഒരാളാണ്. അതാ ശരിക്കും സംഭവം. ഇവൻ നമ്മുടെ ലീഡർ അവരെന്ത് തോന്നിയാസം ചെയ്തു, അവർ 5 വർഷത്തുള്ള അധികാരത്തിൽ എന്ത് തോന്നിയാസം ചെയ്തു. നമ്മൾ അവർ ഇതിനായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ എതിർക്കാൻ വരുന്ന ഒരിക്കലും PM അല്ല, നമ്മളിൽ ഒരാളായിരിക്കും നമ്മൾക്കെതിരായിട്ട് നിൽക്കുന്നത്. അതാണ് നമ്മുടെ സിസ്റ്റം. ഇതൊക്കെ മാറേണ്ട സമയമായി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് ഒരു പ്രധാനമന്ത്രി ആണെങ്കിൽ പണി കിട്ടും. ഇവൻ ഒരു ഡെമോക്രാസി എന്ന് പറയുന്ന നേഷൻ ഇന്ത്യ ഡിക്റ്റേറ്റർഷിപ്പിലോട്ടാകാൻ കാരണം അത്രയ്ക്ക് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഇവൻ അതിലൊരു ലൂപ്പ് ഹോൾ ആണ് ഈ പറഞ്ഞ പോലെ 5 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രിക്ക് എന്ത് വേണം കാണിക്കുന്ന റൈറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ മന്ത്രിമാർക്ക് ഇഷ്ടമുള്ള നിയമം ഉണ്ടാക്കാം. ആ ഒരു MP പാസ്സാക്കി വിട്ടാൽ ഇഷ്ടമുള്ള നിയമം ഉണ്ടാക്കാം. അപ്പോൾ പ്രസിഡന്റ് പറയും നിയമം ഷോക്കാണെന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ അവർ സബ്മിറ്റ് ചെയ്ത് പ്രസിഡന്റ് ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ജുഡീഷ്യറി ആണ്. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുമ്പോൾ പ്രശ്നം എന്താണ്? ഇവൻ ആരും കോടതിയിലെ ജഡ്ജിമാരെ പ്രധാനമന്ത്രിക്ക് സ്വാധീനിക്കും. അതുകൊണ്ട് ജുഡീഷ്യറി നോക്കണ്ട. സുഖമായിട്ടൊരു മന്ത്രിക്ക് സുഖമായിട്ടുള്ള നിയമം ഉണ്ടാക്കിവിടാം. നമ്മൾ പണ്ട് 2018 നോട്ട് നിരോധനം വന്നില്ലേ, നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടാന്ന് തോന്നിയ നിയമം. എന്നിട്ടത് പാസ്സായില്ലേ. നാളെ ഒരു പെട്രോളിന് 1000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ തലയാട്ടി കൊടുക്കണം. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സിസ്റ്റത്തിൽ പ്രശ്നം വരുന്നതിന് മുമ്പേ നമ്മളത് തടയാൻ ശ്രമിക്കണം.